അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചെറുപ്പക്കാരനാണ്. കോൺഗ്രസ്സുകാർ സംഘടിതമായി ആ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇയാളെ തെറി പറയുക, അയാൾ കയ്യേറ്റം ചെയ്യാൻ. ആ സഖാവ് എന്ത് ചെയ്തു? ഇത് പുറത്ത് പറഞ്ഞാൽ ആളുകൾ ഓടി വന്നാൽ ഇവിടെ വലിയ സംഭവം നടക്കും. അതുകൊണ്ട് അദ്ദേഹം കസേരയിലിരുന്ന് ഇതെല്ലാം കേട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മുടങ്ങിപ്പോകും. ഇതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട്. യഥാർത്ഥത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ ഇങ്ങനെ കുറച്ചാൾ വന്ന് തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അക്രമം നടത്തുക, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് CPM ഈ നടപടിയിൽ കോൺഗ്രസിൻ്റെ ഈ അക്രമ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നടത്തി. ഈ പ്രകടനം നടക്കുമ്പോൾ പല ഭാഗത്തും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു UDF. അതിനുശേഷം MPയെ വിളിച്ചു വരുത്തുന്നു. ഇതറിഞ്ഞ് LDFിൻ്റെ ധാരാളം ആളുകൾ സംഘടിതമായിട്ട് അവിടത്തേക്ക് കയറി വന്നു. ഇതറിഞ്ഞ് CPM നേതാക്കൾ ഓടി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, പോലീസ് ഇവരോട് പറഞ്ഞു, ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല, ഇതിങ്ങനെ രണ്ടു കൂട്ടരും സംഘടിച്ച് നിൽക്കുകയാണ്. CPM നേതാക്കൾ ഈ CPM LDF കാരോട് പറഞ്ഞു, നമ്മൾ ഒരു തരത്തിലും ഇടേണ്ട, നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം. എല്ലാവരെയും പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ ആരേ ഉള്ളൂ അവിടെ? ഈ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. അവർ വടിയും ആയുധമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? MP വന്നതോടുകൂടി പോലീസിന് നേരെ ചാടി. അതൊരു സീൻ സൃഷ്ടിക്കാനാണ്, ഒരു അഭിനയമായിരുന്നു. ഇങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് CPIM കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ്, സാഹോദര്യം ഉണ്ടാക്കുകയാണ്. അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത്. കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം, കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക, ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവശം ഏൽപ്പിച്ചു കൊടുക്കുക, അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത്. ഇതൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടുള്ളതല്ല. ഇങ്ങനെ സംഘടിതമായി ചെയ്തു. ഞങ്ങൾ ഒരാളും അവിടെ ഇല്ല, എല്ലാവരും പിരിഞ്ഞു പോയി. പോലീസിന് നേരെ ആക്രമണമാണ്. പോലീസിന് നേരെ എന്തിനാ ആക്രമിച്ചത്? എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ബോംബെറിയുക. ഈ ബോംബെറിഞ്ഞത് ഈ പോലീസിന് നേരെ ബോംബെറിഞ്ഞ ആദ്യത്തതല്ല. അതിന് മുമ്പ് പല സ്ഥലത്തും അവർ പോയി ഈ നാടൻ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടം പല സ്ഥലത്തും കാണാം. ഇങ്ങനെ അനാവശ്യമായി ഒരു 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 കലാപത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം കൊടുത്തുക, ഈ ജാളിത മറക്കാനുള്ള നടപടി സ്വീകരിക്കുക, എന്നിട്ട് വ്യാപകമായി ആളുകളെ വിളിച്ചു വരുത്തുക, മൊബൈലിലൂടെ ആളുകളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ അവിടെ എന്താ ഉണ്ടായത്? അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം ഉപദേശിക്കണം. കോൺഗ്രസിൻ്റെ പക്വതയുള്ള നേതൃത്വം ഇത്തരത്തിലുള്ള എടുത്തുചാട്ടക്കാർ, അഹംഭാവം, ധിക്കാരം, താൻ പ്രമാണിത്വം, യുവത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പ്രസരിപ്പായിരിക്കണം. ധിക്കാരവും അഹന്തയും കാണിക്കാനുള്ളതല്ല യുവത്വം എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ് അതാ കാണിച്ചത്, അവിടുത്തെ MP അതാ കാണിച്ചത്. അതിനോട് നാട് പ്രതികരിച്ചു. ആ നാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. ആ പ്രതിഷേധമാണ് ഞാൻ പങ്കെടുത്ത പൊതുയോഗത്തിലുണ്ടായത്.